കുറച്ച് പഴുപ്പേറിയ പഴം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നാണ്. ആദ്യം ഞാൻ അറിയാതെ കുറച്ച് തോല് എടുത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ടത്. അങ്ങനെ വേവിച്ചു പഴം. നമ്മളിതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം. എന്താ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. മിക്സിയിലൊന്ന് അടിക്കണം, എന്നാലേ ഉള്ളത് ശരിയാവുള്ളൂ. ഇതിൽ ഞാൻ ഏലക്കായും ചെറിയ ജീരകം ഇട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അല്ലേ, ഇത് പാത്രത്തേക്ക് ഒഴിക്കാം. നമുക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഇതാണ്, ഗോതമ്പ് പൊടിയാണ്. ഇവിടെ മൈദപ്പൊടിയൊന്നുമില്ല, അതുകൊണ്ട് ഗോതമ്പ്. ഇങ്ങനെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇടുന്നുണ്ട്. അത് ആവശ്യത്തിന് ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് റെഡിയാക്കട്ടെ കേട്ടോ. കുറച്ച് തേങ്ങയും കുറച്ച് എള്ളൊക്കെ ഇട്ടിട്ട്, എത്ര എള്ള് വേണം വെച്ചാൽ അത്ര എള്ള്. ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, കടിക്കാണ്ടാവും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ, അതിന് വേണ്ടിയിട്ട് ഇടാണ്. അതുപോലെ ആവശ്യത്തിന് വേണ്ട തേങ്ങ. ഇവിടെ തേങ്ങാക്കൊത്താണ് ഇങ്ങനെ ഇടാൻ നല്ലത്, പക്ഷേ ഇവിടെ തേങ്ങ അങ്ങനെ ചിരവിയതേ ഉള്ളൂ, അപ്പോൾ അതാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇത് കുറച്ച് പൊടിച്ചിടുക. ഇത് നന്നായി കുഴച്ച് റെഡിയാക്കട്ടെ കേട്ടോ. അങ്ങനെ മതി. എന്താ റെഡിയാക്കി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ മാവൊന്ന് ഒഴിച്ച് നോക്കാം. നല്ല അടിപൊളി ഉന്നക്കായാണ് ഉണ്ടായത് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. സംഭവം ഒന്ന് കറുത്തു എന്നല്ലോ, പഴുത്ത പഴമായത് കൊണ്ടാണ് ആ കറുത്ത നിറം ഉണ്ടായിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റ്.